പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ പ്രഖ്യാപിച്ചു. റവാഡ ചന്ദ്രശേഖർ തന്നെയാണ് പ്രതീക്ഷിച്ചതുപോലെ പുതിയ പോലീസ് മേധാവിയായി എത്തുക എന്ന തീരുമാനമായി 3 പേരുകൾ നേരത്തെ കേന്ദ്ര സർക്കാർ കൈമാറിയ 3 ചുരുക്കപ്പേരുകളിൽ നിന്നാണ് റവാഡ ചന്ദ്രശേഖറിന്റെ പേരിന് അംഗീകാരം നൽകിക്കൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, പ്രതീക്ഷിച്ചു റവാഡ ചന്ദ്രശേഖർ തന്നെ പുതിയ പോലീസ് മേധാവിയാകുമെന്ന്. എന്തായിരുന്നു തീരുമാനം? മന്ത്രിസഭാ യോഗത്തിലാണോ തീരുമാനമുണ്ടായത്? ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ നിയമിക്കാൻ സർക്കാർ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഓൺലൈനായാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചേർന്നത്. അതിലാണ് റവാഡ ചന്ദ്രശേഖരെ 2 പേരാണ് പ്രധാനമായി പരിഗണനയുണ്ടായത്. UPSC പട്ടിക 3 പേരായിരുന്നെങ്കിലും 2 പേരിലേക്ക് അത് ചുരുങ്ങിയിരുന്നു സർക്കാരിന് മുന്നേ ചർച്ചകൾ. അത് നിതിൻ അഗർവാളും അതുപോലെ റവാഡ ചന്ദ്രശേഖരനെ DGP സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. 91 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. കൂത്തുപറമ്പ് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും ശക്തമായ സമരങ്ങളിലൊന്നായ CPM ഡിവൈഎഫ്ഐ എക്കാലവും വളരെ വൈകാരികമായി കാണുന്ന കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് കണ്ണൂർ ASP ആയിരുന്നു റവാഡ ചന്ദ്രശേഖർ. അതുകൊണ്ടാണ് റവാഡയുടെ പേരിനോട് CPM ആ പേര് സ്വീകരിക്കുമോ തരത്തിലുള്ള ചെറിയ അഭ്യൂഹങ്ങളുണ്ടായത്. പക്ഷേ അതിനുശേഷവും അദ്ദേഹത്തിനുള്ള പ്രധാനപ്പെട്ട പദവി 2006 VS സർക്കാർ സിറ്റി പോലീസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ആ ബന്ധമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുൻകാലങ്ങൾ മറന്ന CPM അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. നിലവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറാണ് റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹം ക്യാബിനറ്റ് സ്പെഷ്യൽ സെക്രട്ടറിയുമാണ്. പക്ഷേ അദ്ദേഹത്തെ സാധാരണഗതിയിൽ പോലീസ് മേധാവി അന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ ഇന്ന് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയുകയാണ് വൈകിട്ട്. അദ്ദേഹത്തിന് ഇതിനകം തന്നെ പോലീസ് സേന ഔദ്യോഗിക യാത്രയപ്പ് നൽകിയിരുന്നു. പക്ഷേ റവാഡ ചുമതലയെടുക്കുന്ന വൈകും. ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. മടങ്ങിയെത്തി അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതല ഏറ്റെടുക്കും. തലശ്ശേരി ASP ആയാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. എറണാകുളം റൂറലും റെയിൽവേയിലും വിജിലൻസിലും എറണാകുളം റേഞ്ചിലും ക്രൈംബ്രാഞ്ചിലും തിരുവനന്തപുരത്തും പാലക്കാടുമൊക്കെ അദ്ദേഹം SP ആയി പ്രവർത്തിച്ചിരുന്നു. പോലീസ് ആസ്ഥാനത്ത് DIG 1 ആയും KAP 2ാം ബറ്റാലിയനിലും KAP 3ാം ബറ്റാലിയനിലും കമാൻഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കുറച്ചുകാലം ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക മിഷന്റെ ഭാഗമായി ബോസ്നിയയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ പ്രവർത്തന പരിചയമുള്ള 30 വർഷത്തിലേറെ സർവീസുള്ള ആൾ തന്നെയാണ് റവാഡ ചന്ദ്രശേഖർ. അദ്ദേഹമാണ് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി വരുന്നത്. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ആണ് ഉണ്ടായത്. അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാവും. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിക്കുന്നത്. അരുൺ, ഇന്ന് തന്നെ DGP ചുമതല ഒഴിയുകയാണ്. അപ്പോൾ പുതിയ ആൾ ചുമതല ഏൽക്കാൻ വൈകുമെന്ന് പറയുമ്പോൾ അത് എന്ത് സാഹചര്യമാണ് ഉണ്ടാക്കുക? അതായത് പ്രതീക്ഷിച്ചതാണോ? ഇന്ന് തന്നെ റവാഡ പുതിയ DGP ചുമതല ഏൽക്കുമെന്നായിരുന്നല്ലോ പ്രതീക്ഷിച്ചിരുന്നത്. മുതിർന്ന ഏതെങ്കിലും ADGPമാർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല ഈ ദിവസങ്ങൾക്ക് മാത്രമാണ് ബാക്കിയുള്ളത് തിരിച്ചു വരാൻ. കാരണം അദ്ദേഹത്തിന് സെൻട്രൽ സർവീസിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട പദവികളിലാണ് അദ്ദേഹം തുടരുന്നത്. ക്യാബിനറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി അടക്കമുള്ള പദവികൾ. സ്വാഭാവികം അവിടെ നിന്ന് അദ്ദേഹത്തിന് വിടുതൽ ലഭിക്കണമെങ്കിൽ ഇവിടെ അദ്ദേഹത്തെ പോലീസ് മേധാവിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വേണം. പിന്നീട് അത് പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് എത്തണം. പ്രധാനമന്ത്രിയാണ് ആ ഫയലിൽ ഒപ്പുവയ്ക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ അനുമതിയോടുകൂടി വേണം അദ്ദേഹത്തിന് അവിടെ നിന്ന് വിടുതൽ ലഭിക്കേണ്ടത്. അതിനുള്ള കാലതാമസം സ്വാഭാവികമായി ഉണ്ടാകും. സർക്കാർ അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിയും അതുപോലെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ഒക്കെ റവാഡ കാണുമ്പോൾ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അതൊരു താൽക്കാലിക സംവിധാനം അതിന് പകരമുണ്ടാകും. ഒരുപക്ഷെ മന്ത്രിസഭ തന്നെ ആർക്കാകും കുറച്ച് ദിവസത്തേക്കുള്ള താൽക്കാലിക ചുമതല ആർക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ധാരണ ഉണ്ടായി കാണണം. അത് അല്പസമയത്ത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും റവാഡ ചന്ദ്രശേഖർ തന്നെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയാകും. അദ്ദേഹം അടുത്തയാഴ്ച ചുമതലയേൽക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയെ ചുമതല ഏറ്റെടുക്കുകയാണ്. നേരത്തെ 3 പേർ ചുരുക്കപ്പട്ടികയിൽ നിന്നും യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കി 2 പേര് എന്ന പ്രധാന പരിഗണനയിലേക്ക് തന്നെ സർക്കാരിന്റെ ആലോചനകൾ വന്നിരുന്നു. നിതിൻ അഗർവാളും ഒപ്പം റവാഡ ചന്ദ്രശേഖറും. ഒടുവിൽ റവാഡ ചന്ദ്രശേഖരനെ തന്നെ നറുക്ക് വീഴുന്നു. റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയെ ചുമതലയേക്കും. അരുണ്, എത്ര നാൾ ഇദ്ദേഹത്തിന് DGP സ്ഥാനത്ത് പോലീസ് മേധാവിയെ തുടരാനാകും? ഇതിനിടയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ഇദ്ദേഹം തന്നെ ആയിരിക്കുമോ പോലീസ് മേധാവി?
അങ്ങനെ തന്നെ അദ്ദേഹം തന്നെയാകും പോലീസ് മേധാവി സ്ഥാനം തുടരുക. മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ളത് റവാഡ വരുന്നതോടുകൂടി MR അജിത് കുമാറിന്റെ DGP പദവിയിലേക്കുള്ള ഉയർത്തപ്പെടൽ അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം വൈകും. കാരണം നിതിൻ അഗർവാളാണ് വരുന്നതെങ്കിൽ നേരത്തെ അദ്ദേഹം വിരമിച്ചേനെ. പക്ഷേ ഇദ്ദേഹത്തിന് 1 വർഷത്തിലേറെ കാലാവധിയുണ്ട് റവാഡ ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ DGP കേന്ദ്രം അനുവദിച്ച തസ്തികകൾ മറികടക്കും അജിത് കുമാറിനെ കൂടി DGP സ്ഥാനത്തേക്ക് ഉയർത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1 വർഷം കൂടി അജിത് കുമാറിന് 1 വർഷം കൂടി വൈകും അദ്ദേഹത്തിന് ഈ സ്ഥാനത്തേക്ക് വരാൻ. അടുത്ത വർഷം പകുതി വരെ ഇദ്ദേഹത്തിന് റവാഡയ്ക്ക് കാലാവധി ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം വൈകുന്നത്. ഏതായാലും 1 വർഷത്തിലേറെ ഇദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാനാകും. മാത്രമല്ല DGPമാർക്ക് കുറഞ്ഞത് 3 വർഷമെങ്കിലും 1.5 വർഷമെങ്കിലും സർവീസ് കൊടുക്കണമെന്നൊരു ചട്ടം കൂടിയുണ്ട്. അതുകൂടി പരിഗണിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് റവാഡ ചന്ദ്രശേഖർ തന്നെയാകും സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി. യെസ്, റവാഡ തന്നെയായിരിക്കും അടുത്ത പോലീസ് മേധാവി. തെരഞ്ഞെടുപ്പ് കാലത്തുമെന്ന് പ്രത്യേകതയുണ്ട്. അരുണ്, ഈ പോലീസ് മേധാവിമാർ നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ കൂടി താല്പര്യമുള്ളവരാ. ചില രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ അത് പ്രതിഫലിക്കാറുമുണ്ടല്ലോ. അത് കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം റവാഡ ആയാലും നിതിൻ അഗർവാൾ ആയാലും ദീർഘനാളുകളിൽ അവർ കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തവർ സംസ്ഥാന പോലീസ് മേധാവി സേനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അത് അനഭിമതരാകുമോ? അങ്ങനെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നല്ലോ. അതിനു പകരം ഒരു DGP നിയമനം, താൽക്കാലിക DGP നിയമനത്തിന് സംസ്ഥാനം ശ്രമിച്ചെങ്കിലും അത് പിന്നീട് നടക്കാതെ പോവുകയും ചെയ്തു. അപ്പോൾ ഈ റവാഡയും കൂത്തുപറമ്പും പോലെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇതിനൊരു പരിഹാരം, രാഷ്ട്രീയ പരിഹാരം ധാരണയുണ്ടായ ശേഷം തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്? പകരം DGP താൽക്കാലിക ചുമതല ഒരു DGPക്ക്, അതായത് സർക്കാരിന് 3 പേരോടും അത്ര ബധ്യമുള്ള ആളുകളല്ല. ആ 3 പേരെയും സർക്കാർ ആ രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളൊന്നും അല്ലെങ്കിൽ അത്രയധികം താല്പര്യമുള്ള ആളുകളൊന്നുമല്ല. നേരത്തേക്ക് നിയമിക്കുമ്പോൾ സർക്കാരിന് താല്പര്യമുള്ള ആളുകൾ തന്നെയായിരുന്നു പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത്. പക്ഷേ ഈ 3 UPSC അംഗീകരിച്ച പട്ടികയിൽ 3 പേരോട് സർക്കാർ അത് താല്പര്യമില്ല. പക്ഷേ അപ്പോഴാണ് സർക്കാർ അത് മറ്റൊരു വഴി ആലോചിച്ചത്. അതൊരു ഒരു മാർഗം മാത്രമായിരുന്നു. പുതിയ പോലീസ് മേധാവി തീരുമാനിക്കുന്നത് ഒരു മാർഗം മാത്രമായിരുന്നു. പക്ഷേ അതുമായി സർക്കാർ മുന്നോട്ട് പോയില്ല. തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം താൽക്കാലിക ചുമതലയുള്ള DGPമാർ UPSCയുടെ തീരുമാനത്തിന് വിടാതെ അവരോട് അനുമതി തേടാതെ സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ചുമതല നൽകി നിയമിച്ചിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ പോകാൻ കഴിയില്ല. കാരണം നേരത്തെ തന്നെ സർക്കാർ UPSCയുടെ ശുപാർശ തേടിയിരുന്നു. UPSCക്ക് പട്ടിക കൈമാറിയിരുന്നു, ചുരുക്കപ്പട്ടിക. അതുകൊണ്ട് അവർ പരിഗണിച്ച ശേഷം വീണ്ടും അത് മറികടന്ന് നിയമിച്ചാൽ അത് വലിയൊരു നിയമപ്രശ്നങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് നിലവിൽ ഈ പോലീസ് മേധാവിയാകാൻ താല്പര്യപ്പെട്ട ഉദ്യോഗസ്ഥരെ കോടതി പോയേക്കാം. അത് സർക്കാരിന് കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ആ വഴിയിലേക്ക് സർക്കാർ പോകാത്തത്. അതുമായി ബന്ധപ്പെട്ട നിയമ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് കോടതികൾ ചോദ്യം ചെയ്യപ്പെടാം എന്നൊരു ആശങ്ക സർക്കാരുള്ളതുകൊണ്ട് തന്നെ സർക്കാർ അതിലേക്ക് പോയില്ല. പകരം സംസ്ഥാനത്തെ കീഴ്വഴക്കം അനുസരിച്ച് UPSCക്ക് പട്ടിക കൈമാറുകയും UPSC നൽകുന്ന പട്ടികയിൽ നിന്ന് ഒരാളെ നിയമിക്കുകയും ചെയ്യുക എന്ന ഒരു കീഴ്വഴക്കത്തിലേക്ക് സർക്കാർ വരികയായിരുന്നു. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമര ഏടുകളിലൊന്ന്, അത് പ്രത്യേകിച്ച് DYFIയുടെ ഏറ്റവും സുപ്രധാനമായ സമര ഏടുകളിൽ നമ്മുടെ രക്തസാക്ഷി ചരിത്രത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനാണ് കൂത്തുപറമ്പ് വെടിവയ്പ്. അന്ന് അന്നത്തെ മന്ത്രി MV രാഘവനെ തടയാനെത്തിയ DYFI പ്രവർത്തകരെ പോലീസ് വെടിവെച്ചു കൊന്ന സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളിലൊന്നായി അതിനെ വിലയിരുത്താം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് റവാഡ ചന്ദ്രശേഖർ എന്നതാണ് CPM അദ്ദേഹത്തോടുള്ള ഒരു എതിർപ്പിന്റെ പ്രധാന കാരണം. പക്ഷേ അതൊന്നും ഈ ഘട്ടത്തിൽ സർക്കാർ പരിഗണിക്കാൻ കഴിഞ്ഞില്ല. സർക്കാർ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ നേരത്തെ തന്നെ ഈ രീതിയിലേക്ക് അദ്ദേഹവുമായി CPM സമരസപ്പെട്ടിരുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന് നേരത്തെ VS സർക്കാരിന്റെ കാലത്ത് തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ വളരെ പ്രധാനപ്പെട്ട ചുമതല നൽകിയതൊക്കെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാകാം. കൊലക്കുറ്റം ചുമത്തപ്പെട്ടിരുന്ന ഈ എതിരെ നേരത്തെ. പക്ഷേ 2012 ഈ റവാഡ ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉദ്യോഗസ്ഥരെ അന്ന് കോടതി വിമുക്തരാക്കിയിരുന്നു. അതായത് ഒരു ഔദ്യോഗിക കൃത്യത്തിന്റെ ഭാഗമായുള്ള നടപടിയായി മാത്രം കണ്ട് വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിന് പേര് നടന്നൊരു കൊലപാതകമല്ല എന്നൊക്കെ കോടതി വിലയിരുത്തിയും ഇവരെ കുറ്റവിമുക്തരാക്കിയിരുന്നു. അതുകൂടി പരിഗണിച്ചാകാം ഒരുപക്ഷെ സർക്കാർ CPM നേതൃത്വം നൽകുന്ന സർക്കാർ ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരനെ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സംസ്ഥാനത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനായി പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നത്. യെസ്, റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയാവും. പോലീസ് സേനയെ നയിക്കാൻ ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം നിലവിലെ സാഹചര്യത്തിൽ റവാഡ തന്നെയായിരിക്കും പോലീസ് മേധാവി ആയിരിക്കുമെന്ന് കൂടി വ്യക്തമാണ്. അങ്ങനെ സർക്കാരിന്
അഭിമതനായി മാറിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായി മാറുകയാണ് റവാഡ ഇന്നലെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അന്ന് കൂടി നടത്തിയിരുന്നു. അതോടുകൂടി റവാഡ തന്നെ ഈ സ്ഥാനത്തേക്ക് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗം കൂടി ഈ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. 1991 കേരള കേഡർ IPS ഓഫീസറാണ് റവാഡ ചന്ദ്രശേഖർ. തലശ്ശേരി ASP ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. റവാഡ ചന്ദ്രശേഖറിന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ വഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം.